ഫ്രൈഡേ ആയാൽ മനസ്സിനൊരു സന്തോഷമാണ്. 2 ദിവസം ലീവാണല്ലോ എന്നോർത്ത് അങ്ങനെ വർക്കും കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു ഓട്ടോ പിടിച്ചു പോയി. അവിടെ എത്തി ടിക്കറ്റ് എടുത്ത് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറി. വിൻഡോ സീറ്റ് ലക്ഷ്യം വെച്ച് നടന്നു. എന്തോ ഭാഗ്യമെന്ന് പറയാം, എനിക്ക് വേണ്ടി മാറ്റിവെച്ച പോലെ ഒരു വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഫ്രൈഡേ ആയിട്ടാവും, നല്ല തിരക്കായിരുന്നു. ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എല്ലാവരും ഹെഡ്സെറ്റും വെച്ച് ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ നേരെ ഇരിക്കുന്ന സീറ്റിലേക്കൊന്ന് നോക്കി. നല്ല ഭംഗിയുള്ള അവളുടെ മുടിക്കാറ്റത്ത് അവളുടെ മുഖത്തിലൂടെ പാറിക്കളിക്കുന്നു. അവൾ അത് കൈകൊണ്ട് തട്ടി മാറ്റുന്നു. എന്തോ അവളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അവൾ വിൻഡോയിലൂടെ പുറത്തു നോക്കി സ്വപ്നം കാണുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, ഹായ്, എൻ്റെ പേര് നീതു. ഇയാളെ പേരെന്താ? ചെറിയ സൗണ്ടിൽ അവൾ മായ എന്ന് പറഞ്ഞു. വീണ്ടും അവൾ അത് പറഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ അവളെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. നാട്ടിൽ പോകുന്നതിനാണോ ഇത്ര സന്തോഷം? എന്തോ പെട്ടെന്ന് അവളുടെ മുഖം ഒന്ന് വാടിയ പോലെ തോന്നി. അവൾ എന്ന് മാത്രം മൂളി. എവിടെയാ വീട്? കോഴിക്കോട്. ആഹാ, എൻ്റെ അവിടെ തന്നെയാണ്. എല്ലാ സൺഡേ വീട്ടിലേക്ക് പോവാറുണ്ടോ? അപ്പോഴും ആൾ ഒന്നും മിണ്ടാതെ സൈലൻ്റായി. ഒരു സങ്കടത്തോടുള്ള മുഖത്തോടെ അവൾ എന്നെ നോക്കി പറഞ്ഞു, ഇല്ല, 10 വർഷത്തിന് ശേഷം പോയാണ് ഞാൻ വീട്ടിലേക്ക് പോവാൻ തയ്യാറായത്. ഞാൻ ആകെ അത്ഭുതത്തോടെ ചോദിച്ചു, അതെന്തു പറ്റി? ഞാൻ തീർത്തും അപരിചിതയായോണ്ടാവും. കുറച്ചു നേരം മൗനം പാലിച്ചെങ്കിലും അവളുടെ മറുപടി എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാ. അതിൽ ഞാൻ ഇപ്പോൾ വല്ലാതെ ഖേദിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഞാൻ +2 പഠിക്കുമ്പോൾ ഒരാളെ കൂടെ ഇറങ്ങി വന്നതാ. അന്ന് ഞാൻ അവരെ എനിക്ക് വേണ്ട, വിഷ്ണുവിനെ മതി എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഇറങ്ങി വന്നു. 2 മാസം ഞങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോയി. പിന്നെ അവൻ്റെ ക്യാരക്ടർ മാറി തുടങ്ങി. എന്നും രാത്രി കുടിച്ചു വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിക്കും. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്നൊരു സന്തോഷ വാർത്ത ഞാൻ അറിയാൻ ഇടയായി. അന്ന് എനിക്ക് സന്തോഷത്തിലുപരി സങ്കടവുമായിരുന്നു. അവനോട് പറഞ്ഞപ്പോൾ അവനൊരു സന്തോഷം ഒന്നും ഉണ്ടായില്ല. എന്താ, ഒരു കുഞ്ഞാവുന്ന ഒരു ശാപമാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പിറ്റേന്നു രാത്രി നല്ല പോലെ കുടിച്ചാണ് വന്നത്. അന്ന് എന്നും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അവളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലായി. അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു, അയാൾ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. എന്താ, അവളുടെ കൂടെ ഞാനും കരഞ്ഞുപോയി. അന്ന് ഞാൻ അവനെ വീട് വിട്ടിറങ്ങി. ഒരുപാട് വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങി. അവിടെ നിന്നും ഞാൻ ഒരുപാട് കാമപ്രാന്തന്മാരുടെ മുന്നിൽ ഒരു നോട്ടപ്പുള്ളിയായി. ഒന്നും സഹിക്കാൻ വയ്യാതെ ഞാൻ അവസാനം അമ്മയെ വിളിച്ചു. എല്ലാം പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരൂ, അച്ഛന് നിന്നെ കണ്ട ഒരുപാട് സന്തോഷമാവുമെന്ന്. അതും കേട്ട ഉടനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്. അതും പറഞ്ഞു അവളുടെ മുഖത്ത് വെളിച്ചം വന്നു. ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതും അവൾ സന്തോഷത്തോടെ അവളുടെ ബാഗും എല്ലാം എടുത്ത്, ചേച്ചി ഞാൻ പോയി വരാമെന്ന് പറഞ്ഞു. എന്തോ അവളെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ ഒരു മനസ്സ് വന്നില്ല. ഞാനും അവളുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അത് അവൾക്കും ഇഷ്ടമായെന്ന് അവളുടെ മുഖത്തിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങി അവളുടെ വീട് ലക്ഷ്യമാക്കി ഓട്ടോയിൽ കയറി പോവാൻ തുടങ്ങി. കുറച്ചു മുന്നോട്ട് പോയപ്പോൾ അതാ റോട്ടിൽ ഒരു ആൾക്കൂട്ടം. ആംബുലൻസിൻ്റെ ചീറിപ്പായുന്ന സൗണ്ടും. ഞങ്ങൾ 2 പേരും ആ ആക്സിഡൻ്റായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ എന്നറിയാൻ വേണ്ടി ഓട്ടോ ചേട്ടൻ പോയി അന്വേഷിച്ചു വന്നു. ബൈക്ക് ആക്സിഡൻറ്റ്, ആൾ അപ്പോൾ തന്നെ മരിച്ചു എന്നും പറഞ്ഞ് ചേട്ടൻ ഓട്ടോ എടുത്തു. അവരുടെ ഇടയിൽ പിന്നെ ഒരു മൗനമായിരുന്നു. മായയുടെ വീടിൻ്റെ അടുത്തുള്ള റോട്ടിൽ ഓട്ടോ നിർത്തി. 2 പേരും ഇറങ്ങി. വീട്ടിലേക്കുള്ള വഴിയിൽ കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. എന്താ കാര്യമെന്ന് 2 പേർക്കും മനസ്സിലായില്ല. മായയുടെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ നിന്നും പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നു. അവൾ ആകെ ഷോക്കടിച്ച പോലെയായി. ഞാൻ അടുത്തു നിൽക്കുന്ന ചേട്ടനോട് ചോദിച്ചു, എന്തു പറ്റിയെന്ന്. അവൾ പറഞ്ഞു, ഇവിടുത്തെ ഏട്ടൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്ന്. മായ ഒരു നെട്ടലോടെ നീതുവിനെ നോക്കി പൊട്ടിക്കരഞ്ഞു. ഏറെക്കാലത്തിനു ശേഷം തൻ്റെ മാതാപിതാക്കളെ കാണാൻ കൊതിയോടെ മടങ്ങിവെന്ന അവൾക്ക് കാലം കാത്തുവെച്ചത് വെള്ള പുതപ്പിച്ച് ആംബുലൻസിൽ നിന്നും കൊണ്ടുവരുന്ന അവളുടെ അച്ഛൻ്റെ ചേതനയറ്റ മൃതശരീരം ആയിരുന്നു. നിറക്കണ്ണുകളും മരവിച്ച മനസ്സുമായി നിൽക്കുന്ന മഴയെ കണ്ട അവിടെയുള്ളവർക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നും ഞാൻ എൻ്റെ അച്ഛനെ സങ്കടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എനിക്കൊന്ന് മാപ്പ് പറയാൻ പോലും പറ്റിയില്ലല്ലോ. കരഞ്ഞു നിൽക്കുന്ന അവളുടെ മുന്നിൽ ലൈറ്റ് മിന്നിച്ചു നിൽക്കുന്ന ആംബുലൻസിൽ നിന്ന് അവളുടെ അച്ഛൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുത്തു. നിന്ന നിൽപ്പിൽ അവൾ തന്നെ ഇല്ലാതായ പോലെ തോന്നി. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു.
ആണ് ഞാൻ അവിടെ നിന്നും പോരുന്നത്. മായയോട് യാത്ര പറഞ്ഞ് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവൾ തന്നെയായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. ഇന്ന് മാത്രം കണ്ട പരിചയത്തിൽ ഒപ്പം കൂടിയത് അവൾ എൻ്റെ കൂടെ. എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് അവളെ വിട്ടുപിരിയുന്നതിൽ വല്ലാതെ സങ്കടമായിരുന്നു. നമ്മുടെ ലൈഫിൽ അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വരികയും അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും ഒപ്പം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ?